കിഫ്ബി നിർമ്മിച്ച റോഡുകളിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ഇനി ടോൾ കൊടുക്കേണ്ടി വരും. ഇതാലോചിക്കുമ്പോൾ ഈ ടോളിനെതിരെ വലിയ സമരം നടത്തിയ പാർട്ടിയാണ് CPM. ഇപ്പോൾ CPM തന്നെ കിഫ്ബി ഒരുമാതിരിപ്പെട്ട പദ്ധതികളെല്ലാം കിഫ്ബി വഴിയാണ്. അപ്പോൾ കേരളത്തിലെ ഏത് റോഡിൽ കൂടെ പോയാലും നാഷണൽ ഹൈവേ അതോറിറ്റി പിരിക്കുന്നുണ്ട്. കേരളത്തിലെ മറ്റു റോഡുകളിൽ സഞ്ചരിക്കുമ്പോൾ അതിനും ടോൾ അടയ്ക്കണം. അങ്ങനെ ഒരു ടോൾ രാജായി കേരളം മാറുകയാണ്. അത് മാറിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഈ ടോളിനെതിരെ അന്ന് സമരം ചെയ്തു. തോമസ് ഐസക്കിൻ്റെ വിഖ്യാതമായ ഉത്തരവുണ്ട് അതിന്. അന്ന് അത് ശരിയായിരുന്നു, ഇന്ന് അത് ശരിയല്ല. ഇത്രയുമാണ്. സാഹചര്യം മാറി. ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഒരിക്കൽ പറഞ്ഞിരുന്നു, സാഹചര്യം മാറി എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് എന്തിനേയും നിങ്ങൾക്ക് ന്യായീകരിക്കാം. എന്തിനേയും സകല കോൺട്രഡിക്ഷനുള്ള ന്യായീകരണമാണ് സാഹചര്യം മാറിയ സകല തെമ്മാടിത്തരത്തിനും ചതിക്കും വഞ്ചനയ്ക്കും എല്ലാം ന്യായം സാഹചര്യമാണ്. എൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ സാഹചര്യം മാറി. ഇതാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല. ദൂരത്തടിച്ചും യാത്ര ചെയ്തും ബസ് മേടിച്ച് ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്. പിൻവാതിൽ നിയമനം, അതിന് കാശ് ആയിട്ട് ഖജനാവിൽ കാശില്ല. പക്ഷെ പൊതുവിൽ ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഈ പറയുന്ന ആദ്യ സർക്കാരിലുള്ളതുപോലെയുള്ള വലിയ ദൂരത്തൊക്കെ ഉണ്ടോ? ഉണ്ടല്ലോ. ഈ രണ്ടാം പിണറായി സർക്കാരല്ലേ ഈ ബസ് യാത്ര നടത്തിയത്. അതിപ്പോൾ ഒരു ബസ്സല്ലേ. എന്തുമായിക്കോട്ടെ, അതൊരു ഉദാഹരണമാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള അമേരിക്കയിലെ ചികിത്സ കേരളീയം എന്ന് പറഞ്ഞൊരു കലാപരിപാടി കേരളീയത്തിൽ നടന്നു അറിയാമോ? കേരളീയത്തിന് കണ്ണൂരിൽ നിന്ന് കുറേ അധികം നാടൻ കലാകാരന്മാരെ കൊണ്ടുവന്നു. അവർക്ക് 10 പൈസ കൊടുത്തില്ല. കലകളുടെ കേരളീയത്തിൽ ശോഭനയുടെ ഡാൻസ് അതിനെന്തോ 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ശോഭന മദ്രാസിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയത്. ശോഭനയ്ക്ക് അറിയാം അല്ലെങ്കിൽ എന്തോ സംഭവിക്കുമെന്ന്. പ്രകാശ് രാജ് അങ്ങേർക്കും കൊടുത്തു 4-5 ലക്ഷം. അദ്ദേഹം നമുക്ക് അനിവാര്യനായ ഒരാളാണ്. എന്നാൽ ഈ പാവങ്ങളെ വിളിച്ചു വരുത്തിയത് എന്തിനാണ്? ഇപ്പം പ്രമോഷൻ, ഒരു വേദി കിട്ടിയില്ലേ? എന്ത് പ്രമോഷൻ? അവർക്ക് അവിടെ അവരൊന്നും ചോദിച്ചില്ല. അവരവരുടെ ഗ്രാമത്തിൽ സന്തോഷമായിട്ട് കഴിഞ്ഞതാണ്. അങ്ങനെയല്ല, നിങ്ങൾ മഹാന്മാരാണെന്ന് അവർക്ക് റേറ്റൊക്കെ ഫിക്സ് ചെയ്തു. ഡെയിലി 250 രൂപ ബാറ്റ പോകാനും വരാനുള്ള കാശ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അവരെ വലിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. 5 പൈസ കൊടുത്തില്ല. ഇതൊക്കെ പ്രധാനപ്പെട്ട ഇത് ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ ധൂർത്ത്. ഇതിൻ്റെയൊക്കെ പേരിൽ ഇവരെല്ലാം എഴുതിയെടുത്തു. ടെൻഡർ ഇല്ലാതെ അതിന് പന്തലിടാൻ കോൺട്രാക്റ്റ് എന്തെല്ലാം. ഇതൊക്കെ വേണ്ടതല്ലേ ഇല്ല. ഇത് ഒരു രീതിയിലും കേരളത്തിന് ആവശ്യമുള്ളതല്ല. നമ്മുടെ കലകളുടെ പുരോഗമനം ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ ഒന്നും ആവശ്യം. ഞാൻ പറയട്ടെ, നിങ്ങളുടെ അല്ലെങ്കിൽ തന്നെ കാശില്ല, നിങ്ങൾക്ക് കള്ള് കുടിക്കുകയും വേണം. നിങ്ങൾക്ക് ചാരായ ഷാപ്പിൽ പോയി ചാരായം മേടിച്ച് കുടിക്കാം, അല്ലെങ്കിൽ കള്ള് ഷാപ്പിൽ പോയി കള്ള് കുടിക്കാം. അല്ല, നിങ്ങൾ അപ്പോഴും 5 സ്റ്റാർ ബാറിൽ കയറും കടം മേടിച്ച്. ഇതാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ബേസിക്കലി അനാവശ്യമായൊരു കാര്യം. അത് കടം വാങ്ങിയിട്ട് ഹയർ ലെവലിൽ നടത്തുക. അതാണ് ഈ കേരളീയം എന്നൊക്കെ പറയുന്നത്. നമ്മൾ പഴയ ഒരാവശ്യമില്ല. പറയുന്ന പഴയ കട്ടൻ ചായയും പരിപ്പുവടയും കഴിച്ചിരിക്കുക എന്നുള്ളതാണ്. കട്ടൻ ചായയും പരിപ്പുവടയും കഴിക്കേണ്ട, നിങ്ങൾ കോഴി ബിരിയാണി കഴിച്ചോളൂ. പക്ഷേ അതിനുള്ള കാശ് നിങ്ങൾ കണ്ടെത്തണം. കാശിൻ്റെ കാര്യം ഞാൻ പറയട്ടെ. ഇപ്പോൾ ആദായ നികുതിയുടെ സ്ലാബ് ഉയർത്തി. സാധാരണ കേന്ദ്രത്തിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ 40% മറ്റോ സ്റ്റേറ്റുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ഇനത്തിൽ ആദായ നികുതിയുടെ ഇളവ് കൂട്ടിയപ്പോൾ സംസ്ഥാനത്തിന് ഇനിയും സാമ്പത്തിക നഷ്ടമാണ്. സംസ്ഥാനത്തിന് സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. 1 ലക്ഷം കോടിയാണ് മൊത്തം അതിനകത്തെ നഷ്ടം. അതിൽ കേരളത്തിൽ ഇത് എത്ര ഉണ്ടാകും? അല്ല, 1 ലക്ഷം കോടിയുടെ ഞാൻ പറയട്ടെ, ഈ 40,000 കോടിയാണ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഈ ബജറ്റ്, ഇൻകം ടാക്സ്, GST ഇതും കേന്ദ്ര സംസ്ഥാന വിഹിതവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നത് ശരിയല്ല. അതാണ് എപ്പോഴും ചെയ്യുന്നത് ഫോർ പ്രൊപ്പഗാൻഡ പർപ്പസ്. ഇത് തമ്മിൽ ബന്ധമില്ല. സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതം സംഗതിയൊക്കെ തീരുമാനിക്കുന്നത് നിതി ആയോഗ്, ഫിനാൻസ് കമ്മീഷൻ, റിസർവ് ബാങ്ക് ഇവരൊക്കെ ചേർന്നിട്ടാണ്. അത് വേറൊരു സെറ്റപ്പാണ്. അത് മോദി കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ആനുപാതിക പ്രാതിനിധ്യം ഇങ്ങോട്ട് തരണ്ടേ? ഒരു GST ബില്ലെടുത്ത് നോക്കിയേ. CGST, SGST രണ്ടിലുണ്ട്. എന്താ ഈ SGST?
അത് മറ്റേ ഒന്ന് സ്റ്റേറ്റിൻ്റെയും ഒന്ന് കേന്ദ്രത്തിൻ്റെയും CGST കേന്ദ്രത്തിൻ്റെ. ഓരോ ബില്ലടിക്കുമ്പോഴും ടക്കെന്ന് പറഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കാശ് കയറുകയാണ് സംസ്ഥാനത്തിൻ്റെ 50%. അപ്പോൾ GST വിഹിതം സർക്കാർ തന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പിണറായി. എനിക്കറിയില്ല ആർക്കാ എന്താ പറയാൻ മേലാത്ത. ഇവിടെ ഒന്നും തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഊണ് കഴിച്ചത് മറന്നുകൊണ്ട് മാനസിക അസുഖമുള്ള നെടുമുടി വേണുമാണ് അഭിനയിച്ചത്. ഇവിടെ ഒന്നും കിട്ടിയില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല, ആരും ഒന്നും തന്നില്ല. കാരണം അത് സ്വാഭാവിക മാനസിക അസുഖമുള്ളവർ പലരും പറയാറുണ്ട് എന്നെ ഇവിടെ പട്ടിണി കിട്ടിയിരിക്കുകയാണെന്ന്. വീട്ടുകാർ അന്തം വിട്ടു പോകും. കയറി വന്ന അതിഥിയോട് പറയും രാവിലെ മുതൽ എനിക്ക് ഒന്നും തന്നില്ലടി എന്ന് പറയും അമ്മൂമ്മ. നമ്മൾ അപ്പോഴാണ് കംപ്ലീറ്റ് വലിയ ഷാപ്പാടടിച്ചിട്ട് ഇരിക്കുക കക്ഷി, ഓർമ്മയില്ല, അവ ഒന്നും കൊടുത്തില്ല. ഇതുപോലെ ഒന്നും തന്നില്ല. അപ്പോൾ അത് തന്നതോ അല്ല അതല്ലേ മറ്റതിനെടുത്തത് എന്ന് പറഞ്ഞിട്ട് പണ്ട് വെറ്റില മേടിക്കാൻ 10 പൈസ കൊടുത്തു വിടും ചെറുക്കൻ്റെ കയ്യിൽ. 5 പൈസയ്ക്ക് വെറ്റില മേടിച്ചു, ബാക്കി 5 പൈസയ്ക്ക് മിഠായി മേടിച്ചു. എടാ 10 പൈസയ്ക്ക് വെറ്റില മേടിക്കാൻ പറഞ്ഞ് നീ 5 പൈസയ്ക്കല്ലേ മേടിച്ചുള്ളൂ, ബാക്കി എവിടെ? അതിനല്ലേ വെറ്റില മേടിച്ചത്. എടാ 10 പൈസയല്ലേ നിനക്ക് തന്നു? അതെ. അതിൽ 5 പൈസയ്ക്ക് നീ വെറ്റില മേടിച്ചു ആണല്ലോ? അതെ. അപ്പോൾ ബാക്കി 5 പൈസ കാണണം. അതെവിടെ? അതിനല്ലേ വെറ്റില മേടിച്ചത്. ഈ കണക്കാണ് ബാലഗോപാലും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആളെ പറ്റിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യും ഇവർ. ക്ലീനായിട്ട് ഞാനല്ല ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു വൈറ്റ് പേപ്പർ ഇറക്കുക, കേന്ദ്രം തന്നത് നിങ്ങൾ കൊടുത്തത് GST വരവ് അത് ഇതൊക്കെ ആയിട്ട് ഒരു വൈറ്റ് പേപ്പർ നിയമസഭയിൽ മേശപ്പുറത്ത് വയ്ക്കണം. പുറത്ത് പ്രസംഗിച്ചാൽ പോരാ, നിയമസഭയിൽ മേശപ്പുറത്ത് വെച്ചാൽ ദാറ്റ് ബിക്കംസ് ആൻ ഒഫീഷ്യൽ റെക്കോർഡ്. ഇവർ ഹൈക്കോടതിയിൽ പോയല്ലോ, മുണ്ടക്കൈ ചൂരൽമലയും കൊണ്ട്. ഹൈക്കോടതി സ്വമേധയായി എടുത്ത കേസാണ്. വാട്ട് ഹാപ്പൻ? ഹൈക്കോടതി എന്ത് നിർദ്ദേശം കൊടുത്തു കേന്ദ്രത്തിന്? നിങ്ങൾക്ക് ഇത്രയും കൊടുക്കാൻ അവർക്ക് കൊടുക്കണോ എന്ന് പറഞ്ഞു. ഹൈക്കോടതി പറഞ്ഞില്ല. അതിന് മുമ്പ് ഇവർ സുപ്രീം കോടതിയിൽ പോയിരുന്നു. വിഹിതം കിട്ടിയില്ല, കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല. 50,000 കോടി എന്ത് ചെയ്തു സുപ്രീം കോടതി? സുപ്രീം കോടതി പറഞ്ഞു ദേ നിങ്ങൾക്ക് അർഹതയൊന്നുമില്ല. എന്നിട്ട് കേന്ദ്രത്തിനോട് പറഞ്ഞു എന്തെങ്കിലും കൊടുക്കടോ വെറുതെ എന്ന്. ദേ റെഫ്യൂസ്. കാരണം അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഒന്നാമത് കോടതിക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം കേന്ദ്ര സർക്കാർ പറഞ്ഞു കോടതി എന്ത് വേണമെങ്കിൽ തീരുമാനിച്ചോ, നാളെ സകല സംസ്ഥാനങ്ങളും സുപ്രീം കോടതിയിൽ വരും, ഈ നമ്മളുടെ ടോട്ടൽ GDP എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ള തീരുമാനം നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. അതിനുള്ള എക്സ്പെർട്ടീസ് ഉണ്ടെങ്കിൽ നടത്തിക്കൊന്നു. അപ്പോഴത്തേക്ക് ജഡ്ജിമാരെങ്കിലും വരേണ്ടി പോയി. പണ്ടാരെ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? മാത്രമല്ല പ്രഥമ ദൃഷ്ടി അവർ പരിശോധിച്ചാൽ അവർ പറഞ്ഞു നിങ്ങൾക്ക് യു ഡോണ്ട് ഡിസർവ് എനിത്തിങ്, ബട്ട് പ്ലീസ് കൺസിഡർ എന്തെങ്കിലും കൊടുക്കുക. അപ്പോഴത്തേക്ക് സാധനം പോയി ഏപ്രിൽ 1 ഏപ്രിൽ 1 കഴിഞ്ഞപ്പോൾ പുതിയ ബജറ്റായി. ആ പുതിയ ബജറ്റിൻ്റെ അലൊക്കേഷൻ വന്നപ്പോൾ ആ സംഭവം അങ്ങ് തീർന്നു. ഇപ്പം ആരും സുപ്രീം കോടതിയെ പറ്റി മിണ്ടുന്നില്ല, ആ ഉത്തരവിനെ പറ്റി മിണ്ടുന്നില്ല. ഇത് IAS ഓഫീസേഴ്സ് എന്നോട് പറഞ്ഞു മോഹൻദാസെ ഈ ബഹളം മാർച്ച് 31 വരെ നിൽക്കും. 1-ാം തീയതി പുതിയ ബജറ്റനുസരിച്ച് സാങ്ഷൻ വരെ കാശ് വരും, അതോടെ ടെൻഷൻ ഒഴിയും. അങ്ങനെ തന്നെ സംഭവിച്ചു. ഈ പോകുന്ന സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം വീണ്ടും ഉണ്ടാവും. ഈ വരുന്ന അതിപ്പോൾ തന്നെ ഇവരിങ്ങനെ ബഹളം വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഈ കുറച്ച് തമാശ രൂപേണ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഒരു കേരളം വല്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ പദ്ധതികളൊക്കെ വെട്ടിക്കുറുക്കുന്നു. കിഫ്ബി റോഡിന് പോലെ എന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലാ റോഡിലും മിക്കവാറും നമ്മൾ ടോൾ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ മുറുക്കി അല്ലെങ്കിൽ പിഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എനിക്കറിയില്ല. നമ്മൾ ബാങ്ക്രപ്റ്റ് ആകും. ശമ്പളം കൊടുക്കണമെങ്കിൽ ജോർജ് കുര്യൻ പറഞ്ഞ പോലെ കേരളത്തിൽ ശമ്പളം കൊടുക്കണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ അടുത്ത അലോട്ട്മെൻറ്റ് വരണമെന്നുള്ള സ്ഥിതിയാകും. അതാണ് സംഭവിക്കുന്നത്. അതിനാണ് എല്ലാവരും ഈ വൈറ്റ് പേപ്പർ ചോദിക്കുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങൾ വികസനത്തിൻ്റെ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നു, എന്താ കാര്യം? സാമ്പത്തിക പ്രതിസന്ധി. ക്ഷേമ പദ്ധതികളും വെട്ടിക്കുറയ്ക്കുന്നു, എന്താ കാര്യം? സാമ്പത്തിക പ്രതിസന്ധി. ശരി, അപ്പോൾ പിന്നെ ഈ കാശ് എവിടെയാണ് പോകുന്നത്? എല്ലാ രംഗത്തും നിങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു. അപ്പോൾ പിന്നെ ഉള്ള കാശ് എവിടെയാണ് പോയത്? എങ്ങോട്ടായിരിക്കും പോകുന്നത്? അതിനാണ് ഐ ഡിമാൻഡ് എ വൈറ്റ് പേപ്പർ. അല്ല, നിങ്ങളുടെ ഇൻകം എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റ് വൈറ്റ് പേപ്പർ വന്നാൽ ഒരു പക്ഷേ അതിൻ്റെ ഡാറ്റ ക്ലിയർ ആവുമായിരിക്കും. അപ്പോഴും സൊല്യൂഷൻ ആവില്ല. ഡാറ്റ ക്ലിയർ ആയി കഴിയുമ്പോഴത്തേക്ക് ആരാണ് ഇതിനകത്ത് റിയൽ കൾപ്രിറ്റ് എന്ന് മനസ്സിലാവും. അങ്ങയുടെ നിരീക്ഷണത്തിൽ ആരാണ്? സ്റ്റേറ്റ് തന്നെയാണ്. അവരെന്ത് ചെയ്യുന്നു? ധൂർത്തടിക്കുന്നു. തോന്നിയാസം. ഞാൻ പറയട്ടെ,
4 തവണ ക്യാബിനറ്റ് അപ്രൂവൽ ഇല്ലാതെ KSEBയിൽ പേ റിവിഷൻ കൊടുത്തു. ഇത് പറഞ്ഞത് അന്ന് KSEB ചെയർമാനായിരുന്ന B. അശോക് IAS ആണ്. അദ്ദേഹത്തെ തല്ലാനോ പിടിക്കാനോ ഒക്കെ വെച്ചപ്പോൾ ആ കൂടെ പ്രശ്നമായി. അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി KSEBയിൽ നിന്ന്. ബട്ട് വാട്ട് ആക്ഷൻ വാസ് ടേക്കൺ? ഞാനാണെങ്കിൽ ആ 4 പേ റിവിഷനും ക്യാൻസൽ ചെയ്തിട്ട് താഴെ കൊണ്ടുവരും. I will say it was done in an illegal manner. It cannot be allowed. അല്ല സാർ, അവർ ഡിസേർവിങ് ആണെങ്കിൽ നിങ്ങൾ ഇല്ലീഗലായിട്ട് ചെയ്യാൻ പാടില്ല. എനിക്ക് 10 രൂപ സുനിൽ തരാനുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആ 10 രൂപ പോക്കറ്റ് അടിക്കാൻ എനിക്ക് അവകാശമില്ല. 10 രൂപ തരാനുള്ളതല്ല, അതുകൊണ്ട് ഞാൻ പോക്കറ്റ് അടിച്ചു. നോ, ഇറ്റ്സ് എ ക്രൈം. ഡൂ ദാറ്റ് റൂത്ത്ലെസ്ലി. ആരൊക്കെയാണോ ഈ ചെയ്യുന്നത്? അതുപോലെ ഈ പിൻവാതിൽ നിയമനം, അതിൽ എത്ര കാശാണ് ശമ്പളത്തിന് ഇവർ കൊടുക്കുന്നത്? ആർക്കും അറിയില്ല. ശമ്പളവും അലവൻസും അരിയേഴ്സ് തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര കാശ്. ഈ നാട്ടിൽ മറിയാമ്മച്ചെടുത്ത് ഈ ചട്ടിയുമായിട്ട് നടക്കുന്ന സമയത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ചെയ്തത് എന്താ? ഈ 1600 രൂപ പെൻഷൻ അവരുടെ അക്കൗണ്ടിലേക്ക് അവർ കൊടുത്തോണ്ടിരുന്നു അല്ലേ? എന്നിട്ട് ആ ഉദ്യോഗസ്ഥന്മാരെ എന്ത് ചെയ്തു? ഇതാണ് ധൂർത്ത്, ഇതാണ് അഴിമതി. ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ പറ്റുമോ? അഴിമതിയാണോ ചുമ്മാ പ്രകടനം നടത്തിയ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണം? അഴിമതിയും ധൂർത്തും. പക്ഷെ അത് ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലല്ലോ. അത് വേറെ കാര്യം. അത് ഫീൽ ചെയ്യിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയാത്തതുണ്ടാവാം, എന്തുമാകാം. ബട്ട് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഈ ചോദ്യത്തിന് മറുപടി. ഏതായാലും പ്ലാൻ ബി എന്താണെന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങി. ഇപ്പോൾ കിഫ്ബി റോഡുകളായി. ഇനി എന്തിനായിരിക്കും സർക്കാരിനെ നമുക്കൊന്ന് ഉപദേശിച്ചാൽ? പ്ലാൻ ബി ഞാൻ അന്നേ പറഞ്ഞില്ല. പ്ലാൻ ബി ബക്കറ്റാണ്. ബക്കറ്റ് പിരിവ് അല്ല. ഇനിയിപ്പം ബാലഗോപാൽ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ടാക്സ് ചുമത്താവുന്ന ഏതെങ്കിലും പുതിയ ഐറ്റം നമുക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടോ? ഞാനായിട്ട് പുതിയ ഐഡിയ ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ അതും കൂടെ ടാക്സ് ചെയ്ത് വെറുതെ. അല്ല, കിഫ്ബി റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഓക്സിജൻ ടാക്സ് ഏർപ്പെടുത്തിയല്ലോ. ഏർപ്പെടുത്തിക്കൂ, വെറുതെ ഇരിക്കുമ്പോഴും ചെയ്യാം. കാരണം പണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു, അത് നമ്മളുടെ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞിരുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യക്കാർ ഇന്ത്യ ഭരിക്കുകയാണെങ്കിൽ ശ്വസിക്കുന്ന വായുവിനൊഴിച്ച് ബാക്കി എല്ലാത്തിനും ടാക്സ് വരും. ഇപ്പം അങ്ങനെ തന്നെയാണ്. കുടിവെള്ളത്തിന് ടാക്സ് ഉണ്ട്, എല്ലാത്തിനും ആയല്ലേ. ശ്വാസത്തിന് മാത്രമേ ടാക്സ് ബാക്കിയുള്ളൂ. അതും കൂടെ ചെയ്തോളാം. കിഫ്ബി റോഡിൽ തന്നെ നടപ്പാക്കാം ആദ്യം. റോഡിൽ വേണ്ട, വീട്ടിലിരുന്ന് വലിക്കുന്ന ശ്വാസവും പൊതുശ്വാസമല്ലേ, അതെ, അതിന് ടാക്സ് കൊടുക്കണ്ടേ, GST. ഏതായാലും ഇതൊരു ഐഡിയ ആണ്, പരിഗണിക്കാവുന്നതാണ് തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.